ഹായ്, എല്ലാവർക്കും നമസ്കാരം. നമ്മളിപ്പോൾ നോക്കാൻ പോകുന്ന റീഡിംഗ് നിങ്ങളുടെ വ്യക്തിയുടെ ഇപ്പോഴത്തെ പ്രസന്റ് സിറ്റുവേഷൻ. അപ്പൊ നമുക്ക് റീഡിങ്ങിലോട്ട് പോവാം. ഓക്കെ നിങ്ങളുടെ വ്യക്തിയുടെ ഇപ്പോഴത്തെ ജീവിതം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ബാലൻസ് ഇല്ലായ്മ വരുന്ന ഒരു സമയം. ഒന്നല്ലാന്നുണ്ടെങ്കിൽ മെന്റലി അല്ലെങ്കിൽ മൊത്തത്തിൽ, ഫിസിക്കലി ആയിരിക്കാം, മെന്റലി ആയിരിക്കാം, അല്ലെങ്കിൽ മൊത്തത്തിലായിരിക്കാം. ഇവർക്ക് ബാലൻസ് ഇല്ലായ്മ ജീവിതത്തിൽ വരികയും ചെയ്തിട്ടുണ്ട്. ഇവരെ ഓർത്ത് ജീവിക്കുന്ന ആളുകൾക്ക് ഒരു മെന്റലി ബാലൻസ് ഇല്ലായ്മ നല്ലോണം അങ്ങോട്ട് കൊടുത്തിട്ടുമുണ്ട്. കാരണം എത്രത്തോളം ഒരു ബാലൻസ് ഇല്ലായ്മ ഇവരെ ഓർത്ത് നിൽക്കുന്നവർക്ക് കൊടുക്കാൻ പറ്റുമോ അത്രത്തോളം മെന്റലി കൊണ്ടുപോയി എത്തിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ളൊരു പരിപാടി ഇവിടെ കാണിക്കുന്നുണ്ട്. പക്ഷെ ഇത് അവനവന്റെ കാര്യങ്ങൾ കൊണ്ടിട്ടോ, അവനവൻ്റെതായിട്ടുള്ള പ്രവൃത്തികള്, സംസാരങ്ങള്, അവനവൻ്റെതായിട്ടുള്ള എടുത്തുചാട്ടങ്ങള്, അല്ലെങ്കിൽ വിശ്വസിക്കാൻ പറ്റാത്തവരുടെ കാര്യങ്ങൾ മുഴുവനും അബ്സോർബ് ചെയ്ത് അതെല്ലാം ജീവിതത്തിലും റിലേഷൻഷിപ്പിലും കൊണ്ടുവന്ന് ഒരു പരിപാടികൾ ഉണ്ടാക്കിയത് കൊണ്ടോ ആണെന്ന് സമ്മതിക്കത്തില്ല. പക്ഷെ മറ്റുള്ളവരുടെ തലയിൽ പഴിചാരാനാണ് കൂടുതൽ താല്പര്യം. സ്വന്തമായിട്ട് ഒന്നും ഏറ്റെടുക്കത്തില്ല. സാഹചര്യങ്ങളുടെ തലയിലോ അല്ലെങ്കിൽ മറ്റുള്ള വ്യക്തികളുടെ തലയിലോ ചാരി രക്ഷപ്പെടാനാണ് കൂടുതൽ ആഗ്രഹിക്കുന്നത്. അതാണ് ഇവിടെയുള്ള ഒരു പരിപാടി. കാരണം ഇവിടെ നിങ്ങളുടെ ആള് ഇപ്പോഴും പല രീതികളിലും പല വ്യക്തികളെയും വെച്ച് കമ്പയർ ചെയ്യുന്നുണ്ടാവും. ഇപ്പൊ നിങ്ങളെ ആയിരിക്കാം കമ്പയർ ചെയ്യുന്നത്, അല്ലാന്നുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും സിറ്റുവേഷൻസിനെ ആയിരിക്കാം. പക്ഷെ നിങ്ങളുടെ വ്യക്തി മനസ്സിലാക്കാത്ത ഒരു കാര്യം, അവനവൻ എന്തൊക്കെ കുറവുകളുണ്ട്, അവനവൻ എന്തൊക്കെ, ഞാൻ എന്തെല്ലാം കാര്യങ്ങൾ മേക്കപ്പ് ചെയ്ത് മുന്നോട്ട് പോകണം, ഞാൻ എന്തെല്ലാം കാര്യങ്ങൾ തിരുത്താനുണ്ട്, ഞാൻ എന്തെല്ലാം കാര്യങ്ങളിൽ നല്ല നല്ല കാര്യങ്ങൾ ചെയ്യണം, അതിനെക്കുറിച്ചല്ല കൂടുതൽ ചിന്തിക്കുന്നത്. എന്നെ സ്നേഹിക്കുന്ന ആളുകൾ എന്തെല്ലാം ചെയ്തില്ല, ചെയ്യാത്ത കാര്യത്തിനെ കുറിച്ച് ഓർത്ത് ഉള്ള പരിപാടികളാണ്, കുറ്റപ്പെടുത്തലുകൾ, പരിപാടികൾ, പ്രശ്നങ്ങൾ. അതാണ് ചെയ്തതിനെയൊക്കെ കണ്ണടച്ച് ഇരുട്ടാക്കും. ഇപ്പൊ ഇവർക്ക് നിങ്ങളിപ്പോ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തിട്ടുണ്ട്, ഒരുപാട് കാര്യങ്ങൾ മെന്റലി ചിലപ്പോ നിങ്ങൾ അറ്റാച്ച്മെന്റ് ആയിട്ട് നിന്നിട്ടുണ്ടാവും, ഇവരെ ശരണം എന്നുള്ള രീതിയിൽ നിന്നിട്ടുണ്ടാവും, അല്ലെങ്കിൽ നിങ്ങളുടെ ടൈം കളഞ്ഞ് നിന്നിട്ടുണ്ടാവും, ഇവരുടെ റെസ്പോൺസിബിലിറ്റി നിങ്ങൾ ഏറ്റെടുത്ത് നടത്തുന്നുണ്ടാവും. എന്താണെന്നുണ്ടെങ്കിലും അതൊന്നും ചിലപ്പോ കണ്ണിൽ പെടുന്നില്ല. പകരം ഈ മറ്റുള്ളവരുടെ ഉപദേശങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ സ്വന്തമായിട്ടുള്ള പല വിധത്തിലുള്ള ഈ ചെയ്യാത്ത കാര്യങ്ങളെ കുറിച്ച് ഓർത്തുള്ള ബുദ്ധിമുട്ടലുകൾ, തർക്കങ്ങൾ, കാര്യങ്ങളൊക്കെയാണ് ഇവിടെ മുൻപന്തിയിൽ ചില സമയങ്ങളിൽ നിൽക്കുന്നത്.
അപ്പൊ ഇതില് ഒരു റിലേഷൻഷിപ്പ് ആണെന്നുണ്ടെങ്കിൽ അതിൽ ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് ആയിരിക്കണമല്ലോ. ഒരാൾ മാത്രം ഇതായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അകത്തൊരു റിലേഷൻഷിപ്പ് ആവില്ല. അതിലൊരു സിറ്റുവേഷൻഷിപ്പ് എന്ന് വേണമെങ്കിൽ പറയാം. ഇത് അതുപോലെയുള്ള പരിപാടികളൊക്കെ കാണിക്കുന്നുണ്ട്. പക്ഷെ നിങ്ങൾ എന്താ വിശ്വസിച്ചിരുന്നത്? നിങ്ങൾ ഈ വ്യക്തിനെ പൂർണ്ണമായിട്ടും വിശ്വസിച്ചിരുന്നു. പൂർണ്ണമായിട്ടും നിങ്ങൾക്ക് ഈ വ്യക്തിനെ വിശ്വസിച്ച് മുന്നോട്ട് പോകാൻ പറ്റുമെന്നും നിങ്ങൾക്കുള്ളിലൊരു ധാരണ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് നിങ്ങൾ ഓവറായിട്ട് അറ്റാച്ച്മെന്റ് ആയത്. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മനസ്സ് അവിടെ ഒന്ന് ഉടക്കി നിൽക്കുന്നത്. പലതും ഈ വ്യക്തിക്ക് വേണ്ടി പല കാര്യങ്ങളും നിങ്ങൾക്ക് ഉപേക്ഷിക്കേണ്ടി വന്നിട്ടുണ്ടാകാം. ഓക്കെ, അങ്ങനെയുള്ള കാര്യങ്ങൾ ഇവിടെ കാണിക്കുന്നുണ്ട്. പക്ഷെ പിന്നെയാണ് ഇതിലുള്ള പ്രശ്നങ്ങൾ. ഈ മാങ്ങയുടെ അണ്ടിയോട് എടുക്കുമ്പോഴല്ലേ പുളി അറിയാൻ പറ്റുള്ളൂ എന്ന് പറയുന്നത് പോലെയുള്ള പരിപാടികൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ അല്ലെങ്കിൽ ഈ ഒരു വ്യക്തിയുടെ കാര്യത്തിൽ നിങ്ങൾക്ക് കിട്ടിയത്. നിങ്ങൾ ഈ സത്യങ്ങൾ എപ്പോഴും കൈപ്പേറിയതായിരിക്കുമല്ലോ. അതുപോലെ നിങ്ങൾ പല കാര്യങ്ങളും കൈപ്പോടുകൂടി മനസ്സിലാക്കി. അപ്പോഴേക്കും ടൈം ഒരുപാട് വൈകി. അപ്പോഴാണ് നിങ്ങൾ മനസ്സിലാക്കുന്നത് നിങ്ങൾ ഒരു നടുക്കടലിൽ നിന്ന് നീന്തേണ്ട അവസ്ഥയായി പോയല്ലോ. കാരണം ഇത് എന്താ പറയാ, ഒരു അവനവന്റെ സന്തോഷങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തു നിൽക്കുന്ന കാര്യങ്ങളാണ് നിങ്ങളുടെ വ്യക്തി പലപ്പോഴും ചെയ്യുന്നത്. അവനവന്റെ സന്തോഷങ്ങൾ അല്ലെങ്കിൽ അവനവൻ്റെതായിട്ടുള്ള മറ്റു പല സിറ്റുവേഷൻസിനോ അവനവൻ്റെതായിട്ടുള്ള മറ്റു പല വ്യക്തികൾക്കോ അത് ഒരു തീരെ ഒരു യോഗ്യതയില്ലാത്ത പോലും ഉള്ള പല വ്യക്തികൾക്കും പ്രാധാന്യവും അവരുടെ സന്തോഷങ്ങളും അവർക്ക് പ്രയോറിറ്റിയും കൊടുക്കുമ്പോഴാണ് ഇതിൽ ബുദ്ധിമുട്ട് വന്നിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ ഈ വ്യക്തിയുടെ കാര്യത്തിൽ കാണിക്കുന്നത് നല്ലത് ഇറങ്ങി നിൽക്കുകയും ചീത്ത ഏറി നിൽക്കുകയുമാണ് ഇവിടെ ഉള്ളത്. നിങ്ങളുടെ വ്യക്തിയുടെ ജീവിതത്തിൽ നല്ലത് ഇറങ്ങി നിൽക്കുക എന്ന് പറയാൻ പറ്റില്ല, ഇറക്കി നിർത്തിയിരിക്കുകയാണ്. ചീത്ത കയറ്റി നിർത്തിയിരിക്കുന്ന ഒരു അവസ്ഥ. നമുക്ക് തർക്കിക്കാൻ പറ്റത്തില്ല. ഈ പുള്ളിനോട് തർക്കിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒറ്റവെട്ട് രണ്ടു മുറി. അതാണ്. ഒന്നല്ലാന്നുണ്ടെങ്കിൽ സൈലന്റ് ആയിട്ട് അറ്റാക്ക് ചെയ്യുന്നവരായിരിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഈ പറയുന്നത് പോലെ ഒറ്റവെട്ട് രണ്ടു മുറി, അങ്ങനെയുള്ള കാര്യങ്ങൾ. എന്ത് ചെയ്യുമെന്ന് ഒരു പിടുത്തം കിട്ടത്തില്ല. ആ ഒരു സെക്കൻഡ് ദേഷ്യത്തിന് ചിലപ്പോൾ എന്തെല്ലാം ചെയ്യാൻ പറ്റുമോ അതെല്ലാം ചെയ്യും. അല്ലാന്നുണ്ടെങ്കിൽ സൈലന്റ് ആയിട്ട് ഒരു സൈലന്റ് വാർ, കോൾഡ് വാർ, അങ്ങനെയുള്ള പരിപാടികൾക്ക് തുടക്കമിടും. പക്ഷെ അത് ലാസ്റ്റ് നിങ്ങൾ പിന്നെ ആയിരിക്കും മനസ്സിലാക്കുന്നത് സൈലന്റ് ആയിട്ട് ഇരിക്കുകയാണെന്നുണ്ടെങ്കിലും പല കാര്യങ്ങളും ഒപ്പിക്കാനുള്ള ഒപ്പിച്ചിട്ടുണ്ടാവും. അതാണ് ഇതിൻ്റെ അകത്തുള്ള ഒരു പരിപാടി. കാരണം നിങ്ങളുടെ ആളുടെ യഥാർത്ഥത്തിലുള്ള പരിപാടികൾ അല്ലെങ്കിൽ യാഥാർത്ഥ്യപരമായിട്ടുള്ള A to Z കാര്യങ്ങൾ നിങ്ങൾക്ക് മാത്രമാണ് അറിയാവുന്നത്. ചിലപ്പോൾ അത് മറ്റുള്ളവര് അതൊരുപാട് അംഗീകരിക്കത്തില്ല. കാരണം മറ്റുള്ളവരുടെ മുമ്പിൽ ഒരു മാസ്ക് ഇട്ട് നടക്കുന്ന ആളായിരിക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്കറിയാൻ പറ്റും ഈ വ്യക്തി ഏത് രീതിയിൽ പെരുമാറുന്നു. ഈ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ ഇന്ന രീതിയിൽ ഈ വ്യക്തി പെരുമാറും. ഈ വ്യക്തി ഇന്ന ആളുകളോട് ഇന്ന രീതിയാണ്, മറ്റുള്ള വ്യക്തികളോട് ഇന്ന രീതിയാണെന്നൊക്കെ നിങ്ങൾക്ക് A to Z കാര്യങ്ങൾ അറിയാൻ പറ്റും. പക്ഷെ അത് നിങ്ങൾ പറയുമ്പോൾ മറ്റുള്ളവരത് ചിലപ്പോൾ ഈ മാസ്ക് ഉള്ളത് കൊണ്ട് അത് മനസ്സിലാക്കാൻ പറ്റില്ല. മലയാളത്തിലുള്ള ഒരു പഴഞ്ചൊല്ല് പോലെ കൂടെ കിടക്കുന്നവനല്ലേ രാപ്പനി അറിയാൻ പറ്റുള്ളൂ എന്ന് പറയുന്ന പോലെ നമുക്ക് പല ആളുകൾക്കും അനുഭവിക്കുന്നവർക്കായിരിക്കും അതിന്റെ കൂടുതൽ അതിന്റെ ആഴോ വിഷമോ ബുദ്ധിമുട്ടും മനസ്സിലാവുന്നത്. കണ്ടു നിൽക്കുന്നവർക്ക് അത്ര അത് അഡ്ജസ്റ്റ് ചെയ്യും. അല്ലാന്നുണ്ടെങ്കിൽ എന്താ പറയാ, അങ്ങനെയൊന്നുമില്ല, അങ്ങനെയൊക്കെയുള്ള ഒരു കാര്യങ്ങൾ, അല്ലെങ്കിൽ നിങ്ങളുടെ കുഴപ്പം കൊണ്ടാണ്, നിങ്ങളുടെ ശാഠ്യം, അങ്ങനെയൊക്കെയുള്ള ഉപദേശങ്ങൾ ആയിരിക്കും കൂടുതൽ കിട്ടുക. അവനവന്റെ ജീവിതത്തിൽ വരുമ്പോഴായിരിക്കും കൂടുതൽ അറിയാൻ പറ്റുന്നത്.
ക്ഷമ എന്താണെന്ന്, ക്ഷമയുടെ നെല്ലിപ്പലക എന്താണെന്നും നിങ്ങൾ ഈ ഒരു ബന്ധത്തില് അല്ലെങ്കിൽ ഈ ഒരു വ്യക്തി നിങ്ങളെ നല്ല രീതിക്ക് പഠിപ്പിച്ചിട്ടുണ്ട്. ചിലപ്പോൾ നിങ്ങൾ ഒട്ടും ക്ഷമയില്ലാതിരുന്നവരായിരിക്കാം, പക്ഷെ ക്ഷമയോടുകൂടി നിങ്ങൾ പലതിനും വേണ്ടി വെയിറ്റ് ചെയ്തിട്ടുണ്ട്. ചിലപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഈ ഒരു റിലേഷൻഷിപ്പ് നന്നായി വരാനോ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ ശരിയാവാനോ എന്തിനെങ്കിലും ആയിരിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഈ വ്യക്തിയുടേതായിട്ടുള്ള പല പ്രവർത്തികളും കൊണ്ടിട്ടായിരിക്കാം. ക്ഷമ നല്ല രീതിക്ക് നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ പഠിച്ചു. ഇതിലുള്ള ഒരു പ്രശ്നം എന്ന് പറയുന്നത്, ഒരുപാട് ത്യാഗം ത്യജിച്ച, ഒരുപാട് വിഷമം അനുഭവിച്ച, ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിച്ച, അതും നിങ്ങളുടെ വ്യക്തിക്ക് വേണ്ടി പല ത്യാഗങ്ങളും ത്യജിച്ച ആളുകളെ ഒന്ന് ഇറക്കി നിർത്തിയിരിക്കുന്ന, നേരത്തെ പറഞ്ഞ പോലെ ഇറക്കി നിർത്തിയിരിക്കുന്ന ഒരു കാര്യമാണ്. അവരുടേതായിട്ടുള്ള കാര്യങ്ങൾ, എഫേർട്സ്, അവര് അനുഭവിച്ച ത്യാഗങ്ങള്, റെസ്പോൺസിബിലിറ്റീസ്, കണ്ണീര്, വിഷമം, അതൊന്നും എന്താ പറയാ, അതൊന്നും കണ്ണില് കാണാൻ ശ്രമിക്കുന്നില്ല. അല്ലാന്നുണ്ടെങ്കിൽ ഈ പറയുന്ന പോലെ കണ്ടങ്ങിരിക്കും ജനങ്ങളെ കണ്ടില്ലെന്ന് നടിക്കുന്നതും ഭവൻ. അതുപോലെയുള്ള പരിപാടിയുമായിരിക്കാം ചെയ്യുന്നത്. പക്ഷെ ഇവരുടേതായിട്ടുള്ള, നിങ്ങളുടെ വ്യക്തിയുടേതായിട്ടുള്ള വിഷമം അവർക്ക് ഭയങ്കര ഇതായിരിക്കും. അവരത് നല്ല രീതിയിൽ പറഞ്ഞ് പ്രകീർത്തിക്കാൻ അറിയാൻ പറ്റും. അതാണ് ഇതിൻ്റെ അകത്തുള്ള ഒരു പ്രശ്നം. ഇപ്പൊ നിങ്ങളുടെ ആള് ഇപ്പൊ അവനവന്റെ കാര്യങ്ങൾ കൊണ്ടിട്ടോ അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത ആളുകളുടെ ഉപദേശങ്ങൾ കേട്ടിട്ടോ ഈ സ്പോഞ്ച് വലിക്കൂലേ, നമ്മൾ ഈ വെള്ളം സ്പോഞ്ച് വലിച്ചെടുക്കൂലേ, അതുപോലെയാണ് നിങ്ങളുടെ ആള് പല പരിപാടികളെയും ആവശ്യം ഇല്ലാത്ത കാര്യങ്ങളൊക്കെ അബ്സോർവ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത വ്യക്തികളുടെ കാര്യങ്ങളൊക്കെ അബ്സോർവ് ചെയ്യുന്നത്. അതില് ഉള്ള ബുദ്ധിമുട്ടലുകൾ കൊണ്ട് സ്വന്തമായിട്ടുള്ള വിഷമങ്ങൾ കൂട്ടിക്കൊണ്ടുവരുന്നു. സ്വന്തമായിട്ടുള്ള വിഷമങ്ങള്, സ്വന്തമായിട്ടുള്ള ഒന്നല്ലെങ്കിൽ മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടല് ഏറി നിൽക്കുന്ന ഒരു സമയം, അല്ലെങ്കിൽ ഏറാൻ പോകുന്ന ഒരു സമയം, അത് ഇങ്ങനെയുള്ളൊരു അബ്സോർപ്ഷൻ കൊണ്ടാണ്. പിന്നെയുള്ള ഒരു പ്രശ്നം എന്താന്ന് പറഞ്ഞാൽ, ഈ ഇങ്ങനെ വലിക്കുന്ന കാര്യങ്ങൾ, ഇങ്ങനെ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മറ്റുള്ളവർക്കും വിളമ്പുമ്പോൾ മറ്റുള്ളവരിലോട്ടും അത് ബാധിക്കുകയാണ്. അങ്ങനെയുള്ളൊരു കാര്യങ്ങൾ ഇവിടെ കാണിക്കുന്നുണ്ട്. ഒരുപാട് കോൺഫിഡൻസ് അല്ല ഇതിന്, കോൺഫിഡൻസ് എനിക്ക് പറയാൻ പറ്റില്ല, ഓവറായിട്ടുള്ള കോൺഫിഡൻസ്. ഞാൻ അങ്ങനെ ചെയ്തു തീർക്കും, ഞാൻ അങ്ങനെ, അത് എന്തിപ്പോ അമൃതും അധികമായാൽ വിഷം എന്ന് പറയുന്നത് പോലെ ഒരുപാട് എന്തൊക്കെയോ കാര്യങ്ങൾ അമിതമായിട്ട് മറ്റു പല ആളുകളെ വിശ്വസിക്കുന്നു, അല്ലെങ്കിൽ അമിതമായിട്ട് എന്താ പറയാ, അവനവന്റെ എന്തൊക്കെയോ കാര്യങ്ങളിൽ വിശ്വസിച്ച് മുന്നോട്ട് പോയി അതിൽ തട്ടിത്തടഞ്ഞ് വീഴുന്ന കാര്യങ്ങൾ, വീണുകൊണ്ടിരിക്കുന്നു, ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു, വിഷമിക്കുന്നു. പക്ഷെ അതൊക്കെ വരുന്നത് മറ്റുള്ളവരുടെ പരിപാടി കൊണ്ടിട്ടാണെന്ന് പ്രകീർത്തിച്ച് ലോകത്തോട് വിളിച്ചു പറയാൻ ആഗ്രഹിക്കുന്ന ആള്. കാരണം ഈ ആള് ഒരു ദിവസം നല്ല സ്വഭാവമാണെങ്കിൽ അടുത്ത ദിവസം പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല ഈ ആളുടെ സ്വഭാവം എന്താണെന്ന്. കാരണം പുള്ളി അല്ലെങ്കിൽ പുള്ളിക്കാരത്തി തന്നെ വിചാരിക്കണം കുറച്ച് കാര്യങ്ങൾ മാറ്റിയെടുക്കുന്നതിനെ പറ്റി. നമ്മളെ മറ്റുള്ളവർ വിചാരിച്ചിട്ട് കാര്യമില്ല. മാറ്റിയെടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ ജീവിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ തന്നെയാണ്. എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും ഇപ്പൊ എത്ര മെന്റലി ബുദ്ധിമുട്ടാണെങ്കിലും, എത്ര ഫിസിക്കലി ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിലും, നല്ല ടിപ്പ് ടോപ്പായിട്ട് നടക്കാനായിട്ട് ഇഷ്ടമുള്ള ആളാണ്, അല്ലെങ്കിൽ ഇഷ്ടമുള്ള വ്യക്തിയാണ്. ഡ്രസ്സിങ്ങിന്റെ കാര്യത്തിലാണെങ്കിലും, അല്ലെങ്കിൽ ഇനിയിപ്പോ എന്തെങ്കിലും ഇത്തിരി അണിഞ്ഞൊരുങ്ങി നടക്കുന്ന കാര്യത്തിലാണെന്നുണ്ടെങ്കിൽ, എന്ത് പരിപാടികളിലാണെങ്കിലും എന്നെ എല്ലാവരും ശ്രദ്ധിക്കണം, എനിക്ക് എല്ലാവരുടെ അടുത്തുനിന്ന് ഒരു അറ്റൻഷൻ കിട്ടണം, ഞാൻ ഇത്ര കഴിവുള്ള ആളാണ്, അല്ലെങ്കിൽ ഞാൻ ഇത്ര പരിപാടികളൊക്കെ ഉള്ള ആളാണ്, എന്നെ എല്ലാവരും അനുമോദിക്കണം, എന്നെ എല്ലാവരും അംഗീകരിക്കണം, എൻ്റെ കഴിവുകൾ അംഗീകരിക്കണം, ഞാൻ ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്ത് നടക്കുന്ന ആളാണ്, അപ്പൊ എന്നെ
അംഗീകരിച്ചത് എന്നോട് പറയണം, അങ്ങനെയൊക്കെ ആഗ്രഹിക്കുന്ന അംഗീകാരങ്ങള്, അനുമോദനങ്ങള്, കൈകൊട്ടലുകളൊക്കെ ഇഷ്ടപ്പെടുന്ന ആളാണ് നിങ്ങളുടെ ഈ മച്ചമ്പി. അതൊക്കെയാണ് ഇപ്പോഴത്തെ മച്ചമ്പിയുടെ അല്ലെങ്കിൽ നിങ്ങളുടെ ആളുടെ പരിപാടി. ഈ ക്യൂൻ ഓഫ് സോർഡിന്റെ ഒരു പരിപാടി മാറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം നിങ്ങളുടെ ആളുടെ പരിപാടികളൊക്കെ മാറും. കാരണം ഇവരുടെ ഒരു പരിപാടി എന്ന് പറയുന്നത് ഞാൻ എന്നും രാജ്ഞിയായിരിക്കും, അല്ലെങ്കിൽ ഞാൻ എന്നും രാജപദവിയിൽ ഇരിക്കുന്ന ആളായിരിക്കും. പക്ഷെ രാജപദവിയിൽ ഇരിക്കുന്ന ആള് പ്രജകളെയും കൂടി സംരക്ഷിക്കണം. രാജപദവി മാത്രം നോക്കിയിരുന്നിട്ട് കാര്യമില്ല. അതിന് ഇത്തിരി പരിപാടി ഉണ്ട്. രാജപദവിയും കിരീടവും ചെങ്കോലും മാത്രം ഇരുന്നിട്ട് കാര്യമില്ല. പ്രജകളെയും കൂടി രക്ഷിക്കാൻ അറിയാവുന്ന രാജാവിന്റെ രാജ്ഞിയായിരിക്കണം. ഇത് അവനവന്റെ കിരീടവും ചെങ്കോലും മാത്രം പോകുന്നുണ്ടോന്ന് മാത്രം നോക്കും. പ്രജകളല്ലേ, അതൊക്കെ അവിടെ നിൽക്കട്ടെ. അങ്ങനെയൊക്കെയുള്ള രീതിയിൽ ചിന്തിക്കുമ്പോഴും പ്രവർത്തിക്കുമ്പോഴും ആണ് റിലേഷൻഷിപ്പിലാണെങ്കിലും കുടുംബത്തിലാണെങ്കിലും അത് കുഞ്ഞുമക്കളെ വരെ ബാധിക്കുന്ന അല്ലെങ്കിൽ ഫ്യൂച്ചറിനെ വരെ ബാധിക്കുന്ന രീതിയിൽ പ്രശ്നം ഉണ്ടായി ഇവിടെ ഇരിക്കുന്നത്. അതാണ് ഇവിടെയുള്ള ഒരു പ്രശ്നം. അതൊക്കെ പോട്ടെ, എന്താ പറയാ, എന്തെങ്കിലും കാലത്തൊക്കെ മനസ്സിലാക്കട്ടെ. എല്ലാവരുടെയും കാര്യങ്ങളൊക്കെ മാറട്ടെ. അപ്പൊ ഇതാണ് ഇന്നത്തെ റീഡിങ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. നിങ്ങൾക്ക് കണക്ട് ആവുന്ന, നിങ്ങൾക്ക് റെസണേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക. ഞാൻ പറയുന്ന കാര്യങ്ങളൊന്നും റെസണേറ്റ് ആയില്ല, ഒന്നും കണക്ട് ആയില്ലെങ്കിൽ ഇത് നിങ്ങളുടെ വീഡിയോ അല്ല. അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഹാവ് എ ഗുഡ് ഡേ. താങ്ക് യു.